പാലായിൽ അൽഫോൻസ കോളേജ് ഗേൾസിൻ്റെ കോളേജാണ്. അപ്പോൾ വളരെ അവിടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് സിസ്റ്റേഴ്സ് അധ്യയനം നടത്തിക്കൊണ്ട് പോകുന്നത്. ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടാനൊരു സമ്മതിക്കത്തില്ല. അപ്പം തൊട്ടടുത്തുള്ളത് സെൻറ്റ് തോമസ് കോളേജ് പാല അതിലുണ്ട്. അത് മെൻസ് കോളേജാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റുഡൻസ് സ്ട്രൈക്ക് ഉണ്ടാകും. അപ്പോൾ ഇവർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എങ്ങനെ ഇതിനകത്ത് കയറാമെന്ന്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവർ ബഹളം ഉണ്ടാക്കി വന്ന് ഇതിനകത്ത് ഇടിച്ച് കയറും. വന്ന് എന്നിട്ട് ക്ലാസ്സുകളിൽ കൂടെ വന്നിട്ട് ഇവിടെ ക്ലാസ് വിടുവിക്കും. അവരുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു കൊക്ക്, അങ്ങനെ നല്ലൊരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അത് ഇൻറ്റൻസായിട്ടുള്ള ഒരു സ്ട്രൈക്കിൽ അവർ അതെല്ലാം വന്ന് ഇടിച്ച് വല്ലാതെ നശിപ്പിച്ച് കളഞ്ഞു. അവർക്ക് ഒന്നാമത് കുശുമ്പാണ്. കോളേജ് വളരെ ഭംഗിയാണ്. അൽഫോൻസ കോളേജ് അതിലെ പുറത്തുകൂടെ പോകുമ്പോൾ കാണാം, വളരെ ഭംഗിയാണ് ആ കോളേജ്. അപ്പോൾ ഈ സ്റ്റാച്യു ആണ് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വളരെ നല്ലതായിട്ട് നിന്നിരുന്നത്. അവരൊരു സമരത്തിന് വന്നിട്ട് ഇതെല്ലാം ഇടിച്ച് നാശാക്കി കളഞ്ഞു. പിന്നീട് അത് റെനോവേറ്റ് ചെയ്തു. അപ്പം അവിടെ പറയുകയാണെങ്കിൽ സെൻറ്റ് തോമസും പാല അൽഫോൻസ കോളേജും തമ്മിൽ പല ടീച്ചേഴ്സും രണ്ട് ഫാമിലി ആയിട്ടുള്ളവരൊക്കെ പലരും രണ്ടിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. ഹസ്ബൻഡുമാർ മറ്റേ കോളേജിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളിലും അവർ ആക്ച്വലി അസോസിയേറ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സെൻറ്റ് തോമസിലാണ് PG ഉണ്ടായിരുന്നത്, PG കോഴ്സുകൾ ഉണ്ടായിരുന്നത്. അവിടെ പെൺകുട്ടികളും ആ കോഴ്സുകൾക്ക് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. BSc കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചങ്ങനാശ്ശേരി SP കോളേജിലേക്കാണ് അഡ്മിഷൻ കിട്ടിയത്. അവിടെ അഡ്മിഷൻ കിട്ടുക തന്നെ വളരെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും അവിടെ അഡ്മിഷൻ കിട്ടി. അത് കാത്തലിക് കോളേജായിരുന്നു. ഞങ്ങൾ 24 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ തമ്മിൽ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. കോളേജിൽ അന്നത്തെ കാലത്തെ ഷിഫ്റ്റ് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഷിഫ്റ്റിൽ ക്ലാസ്സുകൾ 9-ന് തുടങ്ങി എല്ലാ കുട്ടികളുടെയും ക്ലാസ് 1 മണിക്ക് തീരും. അതേസമയത്ത് ഞങ്ങൾ MSc കെമിസ്ട്രി ആയതുകൊണ്ട് ഈ ടൈമിൽ ഞങ്ങളുടെ പ്രാക്ടിക്കലും കാര്യങ്ങളും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈമിങ് 9:30 to 3:30 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റ് സബ്ജക്റ്റിലുള്ള കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറവായിരുന്നു. എന്നാലും അവിടെ SB കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൗകര്യങ്ങളുള്ളൊരു കോളേജാണ്. നല്ലൊരു ലൈബ്രറി ഉണ്ട്. നമുക്ക് ഓർക്കാൻ സാധിക്കുന്നതിലും നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതിൽ തന്നെയല്ല ലൈബ്രറിയൻസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവർ നമുക്ക് പുസ്തകങ്ങൾ എടുത്തു തരുന്നതിനും നമ്മൾ വായിക്കുന്നതിനും മുന്നേറുന്നതിനും നമ്മളെ വളരെയധികം സഹായിക്കുന്ന ആളുകളായിരുന്നു ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ വലിയൊരു ഹാളുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവരും കൂടി പോകുമായിരുന്നു. കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ, വളരെയധികം സൗകര്യങ്ങളുള്ളൊരു കോളേജായിരുന്നു SB കോളേജ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് 24 പേരും തമ്മിൽ വളരെ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടാണ് കഴിഞ്ഞത്. ഇപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ തമ്മിൽ ഒത്തുചേരുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസുകൾ കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലരുടെയും കാര്യങ്ങളും മക്കളുടെ മാരേജിനുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കാറുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ 24 പേരും തമ്മിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്നത്തെ കാലത്ത് MScക്ക് പഠിക്കുമ്പോൾ ബോംബെക്കാണ് ടൂറ് പോയത്. അന്ന് ബോംബെക്ക് ടൂറ് പോയപ്പം വലിയ പ്രയാസമാണ് ബോംബെയിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട്. ഓഫീസ് ടൈമിലൊക്കെ ഞങ്ങൾ ട്രെയിനിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് കാണാൻ പോകാനായിട്ട്. അവിടെ അച്ഛന്മാരുടെ ഒരു ബിൽഡിങ്, ഒരു അവിടെയാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയിരുന്നത്. അപ്പം അവിടെ ഞങ്ങൾ താമസിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം കാണാൻ പോകാനായിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ ട്രെയിനിൽ കയറി വേണം പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഓഫീസ് ടൈമിൽ അവിടെ ചെല്ലുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നോക്കി നിൽക്കും, ആളുകൾ കയറി പോകുന്നതാണ്. അതൊരു കാഴ്ച തന്നെയാണ്. നമുക്കൊരു തരത്തിലും അതങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അതുപോലെ തിരക്കഴിയും. നമ്മൾ ഇടിച്ച് അതിനകത്തോട്ട് കയറ്റിക്കളയും.
അപ്പം ഞങ്ങൾ തിരക്കൊക്കെ കഴിയുന്നവരെ കുറച്ച് മാറി നിൽക്കും. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എബ്രഹാം എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. അവനാണ് ഇച്ചിരി ഹൈറ്റ് വെയിറ്റ് ഉള്ളത്. അപ്പോൾ സാർമാർ ഇവരെയാണ് മുമ്പിൽ നിർത്തിട്ട് എബ്രഹാം പോകുന്നതിൻ്റെ പുറകെ നോക്കി നിങ്ങൾ നടന്നോണമെന്ന് പറയും. വലിയ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ട്രെയിനിൽ കയറുന്നത്. എന്നിരുന്നാൽ പോലും പലപ്പോഴും കുട്ടികൾക്ക് ഇടി പിടിക്കേണ്ടി വന്നിട്ടുണ്ട്, ചിലരൊക്കെ കരഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ. ബോംബെയിലെ ട്രെയിൻ ജേർണി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അന്ന് ഞങ്ങൾ 10 ദിവസത്തോളം ബോംബെ താമസിച്ച് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സ് വളരെ 2 അധ്യാപകർ കൂടെ വന്നിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു. എൻ്റെ പഠിച്ച കോളേജുകളെ ഞങ്ങൾ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ പാലാ അൽഫോൺസ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അവിടെ സിസ്റ്റേഴ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് പഠന കാര്യങ്ങൾ നോക്കിയിരുന്നു. അതൊരു ജൂനിയർ കോളേജാണ്. പ്രീ ഡിഗ്രി ആൻഡ് BSc കോഴ്സുകളെ അന്നുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് PG കോഴ്സുകളും കൂടെ ഉണ്ട്. അവിടെ സിസ്റ്റേഴ്സും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അവർ നല്ല രീതിയിലാണ് നമ്മളോട് ഇടപെടുകയും പെരുമാറുകയും നമ്മളെ ഒരു കരിയറിനെ മുന്നോട്ട് നയിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ തന്നിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചത് MScക്ക് പഠിച്ചത് SB കോളേജിലാണ്. SB കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് കോളേജാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഫെസിലിറ്റി, ലൈബ്രറി അങ്ങനെയുള്ള എല്ലാം അവിടെയുണ്ട്. പണ്ട് മുതലേ ഉള്ള കോളേജാണ്. UC കോളേജ് 1921 സ്ഥാപിച്ചത്. അതിപ്പോൾ 100 വർഷം കഴിഞ്ഞു. SB കോളേജ് അതിന് തൊട്ട് മുമ്പാണ്. അവിടെയൊക്കെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ SB കോളേജിൽ അച്ഛന്മാരാണ് അതിൽ ഒത്തിരി അധികം ഒക്കെ വർക്ക് ചെയ്യുന്നത്. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നീട് ഞാൻ MPhil ആൻഡ് PhD ചെയ്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് റിസർച്ചിനും നമ്മൾ MPhil പഠിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അവിടെ പഠിക്കുന്നത്. നമുക്ക് ആ താല്പര്യമുള്ള സബ്ജക്റ്റിൽ കുറച്ച് ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് മുന്നോട്ട് പഠിക്കുന്നു. MPhilനൊക്കെ പഠിച്ചിട്ട് അവിടെ നിന്നുള്ള അവരുടെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് തുടർന്ന് PhD ചെയ്യണമെന്നുള്ളൊരാഗ്രഹം വരികയും PhD ചെയ്യുവാനും ഒക്കെ സാധിച്ചത്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന് ഒരു സ്റ്റുഡൻറ്റിനെ സജസ്റ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ മക്കളെ പഠിപ്പിക്കാൻ ഏത് കോളേജിനോടായിരുന്നു കൂടുതൽ താല്പര്യം? അങ്ങനെ പറയാൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ ഇത് വേറൊരു ലെവലാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഹയർ സ്റ്റഡീസ് മാത്രമുള്ള ഹയർ സ്റ്റഡീസ് മാത്രമേ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. പിന്നെ താഴത്തെ ലെവലുകളാണ് SB കോളേജും മറ്റു 3 കോളേജുകൾ. ഓക്കെ, ആ 3 കോളേജുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ലൈഫോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം ഏതായിരിക്കും? SB കോളേജ് നല്ലതാണ്, വളരെ അറ്റാച്ച്ഡ് ആണ്. SB കോളേജ് പണ്ട് അന്നേരം മെൻസ് കോളേജായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ PGക്ക് മാത്രമേ മിക്സഡ് ക്ലാസ് ഉള്ളൂ. അതേസമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് ക്ലാസ്സുകളിലും ഗേൾസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അന്നത്തെ ആ അന്തരീക്ഷം ഇപ്പം മാറിയിട്ടുണ്ടല്ലോ. ലേഡീസിന് ഡിഗ്രി കോഴ്സിനൊന്നും പഠിക്കാൻ കിട്ടത്തില്ലായിരുന്നു. അപ്പം BSc കെമിസ്ട്രിയിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ. അവർ ആ ബോയ്സ് കുട്ടികളാണേലും ഞങ്ങളോട് വലിയ രീതിയിൽ വർത്തമാനം പറയാനും സ്നേഹം കൂടാനും ഒക്കെ വരികയാണ് ഞങ്ങൾ ചേച്ചിമാർ MScക്കുള്ളവരും. പിന്നെ ടൈമിങ്ങിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മറ്റു കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഫങ്ഷൻസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടുമായിരുന്നു. നല്ലൊരു കോളേജാണ് SB കോളേജ്. ടീച്ചർ PhD പ്രോഗ്രാമിന് ചെയ്തു എന്ന് പറഞ്ഞ് പല പേപ്പേഴ്സ് പബ്ലിക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രചോദനം എന്താണ്? അത് എന്തുകൊണ്ട് ആ ഒരു ഡിമാൻഡ് വന്നത് എങ്ങനെയാണ്? ടീച്ചറിന് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ മെഡിസിന് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ.
അപ്പോൾ അതന്ന് നടന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അത് എനിക്ക് ദൈവം എന്നെ അവിടോട്ട് UC കോളേജിലോട്ട് ആക്കി വെക്കുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഒരു കോളേജിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാവുന്ന ഒരു എന്താണ്. അപ്പം പക്ഷേ ടീച്ചറിന്റെ ഫാമിലിയിൽ ഓൾറെഡി 2-3 പേരായിരുന്നല്ലോ. ആയിരുന്നു. അപ്പൊ ഒരു ചാൻസ് ഉണ്ട്, മനസ്സിലുണ്ട്. ഇവിടെ മെറിറ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് 5th റാങ്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ 5th റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെറിറ്റിനെ ഇവർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അത് 22ാം വയസ്സിൽ ഇവിടെ UC കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ടീച്ചറിന് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന ഈ ജോലി ലെക്ചർ ജോബ് കിട്ടുന്നില്ലായിരുന്നു. ടീച്ചർ എവിടെ ലാൻഡ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ഞാൻ MSc കഴിഞ്ഞിട്ട് MSc കോഴ്സ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാബ് എക്സാംസ് കുറച്ച് കഴിഞ്ഞിട്ടാണ്, തിയറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ല ലാബ് എക്സാം. പിന്നെ ആ റിസൾട്ട് വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. ആ ടൈമിൽ അപ്പോഴത്തേക്ക് പിന്നെ ഇച്ചിരി ഡിലേ ഉള്ളപ്പോൾ ഞാൻ BEd കോഴ്സിന് ചേർന്നിരുന്നു. BEd അതിന് പോയി പഠിക്കുക, വെറുതെ വീട്ടിലിരിക്കണ്ടെന്ന് പറഞ്ഞ് മൂത്തവരായതെല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്ററാണ് അതിന് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ. ഞാൻ ജസ്റ്റ് കാരണം എനിക്കന്ന് MScയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല, പ്രാക്ടിക്കൽ എക്സാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അഡ്മിഷനായി വന്ന് ചേരുന്നും പറഞ്ഞുകൊണ്ട് കോട്ടയം കഞ്ഞിക്കുഴി. അപ്പോൾ CMS കോളേജിലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി കഞ്ഞിക്കുഴി എന്ന ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്ത് ഞാൻ BEdനായിരുന്നു. BEdന് പഠിച്ചിരുന്നത് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കഞ്ഞിക്കുഴിയിലെ BEd കോളേജ് സിസ്റ്റേഴ്സിൻ്റെയാണ്. അവർ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നിങ്ങൾ ഇന്ന ടൈമിൽ കിടക്കണം, ഇന്ന ടൈമിൽ എഴുന്നേൽക്കണം, ബാക്കിയുള്ള ടൈമിൽ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യണം. BEd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി അധികം പ്രോജക്റ്റുകൾ എഴുതി ഉണ്ടാക്കാനുണ്ട്. എനിക്കിത് മറ്റേ MSc കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുമ്പോൾ ഈ പ്രോജക്റ്റൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതല്ല, അതൊരു ഇച്ചിരി ബോറിംഗ് ആണ്. ടീച്ചർ ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോട്ട് ഉണ്ടാക്കുക, ഒബ്ജക്റ്റീവ്, അതെനിക്ക് ഭയങ്കര ബോറിങ്ങാണ്. അപ്പം ഞാൻ മിക്കവാറും ഒക്കെ ആരുടെങ്കിലുമൊക്കെ കൂട്ടത്തിൽ കൂടിയിട്ട് അതിൽ നിന്നൊക്കെ കുറച്ച് കോപ്പി ചെയ്യുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അതായത് ഞാൻ BEd കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് MScയുടെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ അവിടെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് MScയുടെ പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഈ BEdൻ്റെ തന്നെ നൂലാമാലകൾ ഒരുപാട് എഴുതാനും വരയ്ക്കാനും ദിവസവും ഉണ്ട്, ഒത്തിരി പേപ്പേഴ്സുണ്ട്. അതെല്ലാം ഒരു തരത്തിൽ തീർക്കണം. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിൽ എപ്പോഴും സമയം കണ്ടെത്തി വേണം. MScയുടെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞില്ല, അതിന് പ്രിപ്പയർ ചെയ്യണമല്ലോ, അതിന് മെനക്കെട്ട് പഠിക്കണം. അത് പഠിക്കാതെ ഇരിക്കാൻ ഒക്കില്ല, അതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണിക്കാണെന്ന് തോന്നുന്നു, അതിന് മുമ്പ് എഴുന്നേക്കാൻ പാടില്ല. 5 ആണോ 5:30 5:30 മറ്റോ എഴുന്നേക്കാവുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ജനലുണ്ട്, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ സിസ്റ്ററും ഉറങ്ങുന്നത്. അപ്പം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ജനലിൽ കൂടെ വെട്ടം പുറത്ത് വരും. അവനവിടെ എഴുന്നേറ്റു എന്നുള്ളത്, അയാൾ എഴുന്നേറ്റെന്നുള്ളത് സിസ്റ്റർ കാണും. പിറ്റേ ദിവസം വന്ന് അതിനെ അടുത്ത ദിവസം വന്ന് മുട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജനലിൽ ഇങ്ങനെ പേപ്പർ ഒട്ടിക്കും, വെട്ടം പുറത്തോട്ട് പോകാതെ പേപ്പർ ആ ജനലിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുക. MScയുടെ പോർഷൻ MScയുടെ റിസൾട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ്. തിയറി പേപ്പറേ കഴിഞ്ഞിട്ടുള്ളൂ, പ്രാക്ടിക്കൽ എക്സാം വരുന്നതേ ഉള്ളൂ. അതിന് ഞങ്ങളിങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. ഒക്കെ ആണെങ്കിലും ആ സിസ്റ്റർ കണ്ടുപിടിക്കും, എന്നിട്ട് വന്ന് മുട്ടിയിട്ട് പറയും എഴുന്നേക്കാൻ ഒക്കെയല്ല. അവർക്ക് ലൈറ്റ് കൃത്യമായിട്ട് ഓഫ് ചെയ്യണം. അത് PGയുടെ ഇതാന്നൊക്കെ പറഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല. 5:30 അതുകൊണ്ട് ആ ടൈം ആയിട്ട് മാത്രമേ എഴുന്നേക്കാൻ ഒക്കുള്ളൂ. അതാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് 22ാം വയസ്സിലാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടുന്നത്. ഞാൻ അപ്പോഴത്തേക്കും MScയുടെ റിസൾട്ട് ജസ്റ്റ് ആയതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു, ഞങ്ങൾക്ക് റിസൾട്ട് ഞങ്ങൾക്ക് കൈ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് UC കോളേജിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു.
അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ്മേറ്റ്സ് വേറെ സൂസമ്മ എന്ന് പറഞ്ഞ ആളും ഇവിടെ ബി എഡിന് പഠിക്കുന്നുണ്ട്. സൂസമ്മ പറഞ്ഞാൽ ഷീല ഇതേയും കൂടെ UC കോളേജിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. നമുക്ക് ഒരു ദിവസം പോയിട്ട് മാർക്ക് ലിസ്റ്റ് ട്രിവാൻഡ്രത്താണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ പോയി ഞാൻ സൂസമ്മയും കൂടെ കൂടി ട്രിവാൻഡ്രത്ത് പോയിട്ട് മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചുകൊണ്ടു. ഞങ്ങൾക്ക് കയ്യിൽ അയച്ച് കിട്ടുമ്പോഴത്തേക്ക് പിന്നെയും ദിവസങ്ങളെടുക്കും. അതിനു മുമ്പ് UC കോളേജിലെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. അപ്പം സൂസമ്മയും ഞാനും കൂടെ പോയി. സൂസമ്മയായിരുന്നു ഫസ്റ്റ് റാങ്കുകാരി. ഞങ്ങൾ പോയി ട്രിവാൻഡ്രത്ത് പോയി മാർക്ക് ലിസ്റ്റ് അവിടെ ചെന്നാൽ അപ്പം തന്നെ മാർക്ക് ലിസ്റ്റ് കിട്ടും. അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന് പോയിട്ട് UC കോളേജിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവിടെ അതിൽ സെലക്ട് ചെയ്യപ്പെട്ടു. ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നോ? അവിടെ 110 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അന്ന് 3-4 പേരെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഈ ഫസ്റ്റ് റാങ്കാർക്ക് കിട്ടി അല്ലേ? സൂസമ്മയ്ക്കും ആൻസമ്മയ്ക്കും പിന്നെ ഞങ്ങൾ മേരി കുര്യൻ, ഷീല, അങ്ങനെ 4 പേർക്കാണ്. 4 ലേഡീസിനെ അവരെടുത്ത്. അതെ അതെ. ഓ ശരി. മാർക്കിലും മെറിറ്റിലും മികച്ചു നിന്നവരെ എടുത്തു. ഓ ശരി. UC കോളേജിലൊക്കെ അത് 3 പേര് SB കോളേജിൽ നിന്ന് വന്നവർ തന്നെ. 4 പേര് SB. 4 പേര് ക്ലാസ്മേറ്റ്സ് ആണ്. അതൊരു വലിയ. അതെ അതെ. നല്ല രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ ഈ റാങ്കിനൊക്കെ വേണ്ടിയിട്ട് നല്ല കോമ്പറ്റീഷനായിരുന്നു പഠിക്കുമ്പോൾ തന്നെ. ഫസ്റ്റ് ഇയർ തന്നെ ഈ 4 പേര് ഇത് വന്നിരുന്നോ? ആദ്യത്തെ റാങ്ക് വന്ന ആളിന് ഇച്ചിരി ഒരു ഞാനും ആൻസമ്മയുമായിരുന്നു മുമ്പ് ഇരുന്നിരുന്നത്. സെക്കൻഡ് വന്നപ്പോൾ ഇച്ചിരി ഞാൻ പുറകോട്ട് പോയത്. അതായത് എനിക്ക് പ്രാക്ടിക്കലില്ല ഇച്ചിരി. പ്രാക്ടിക്കലും പ്രോജക്റ്റ് ഉണ്ട്. പ്രോജക്റ്റ് ഇവാലുവേഷനിൽ എനിക്ക് അല്പം പുറകോട്ട് പോയി. അവരൊക്കെ ജീവിതത്തിൽ എന്ത് ആയിപ്പെട്ടു എന്ന് പറയാം? അവരും എല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നു. ആൻസമ്മയുടെ മക്കള് പെൺകുട്ടികൾ 2 പേരും നേഴ്സിംഗ് ആണ് ചെയ്തത്. അവർ 2 പേരും കാനഡയിലാണ്. ആൻസമ്മ അപ്പോൾ ഇവിടെ കാനഡയിൽ പോയിട്ട് ആൻസമ്മയും ഹസ്ബൻഡും അവിടെ താമസിക്കുന്നത്. അവർ കാഞ്ഞിരപ്പള്ളിയിലാണ്. UC കോളേജ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജോലി അന്ന് ആൻസമ്മയ്ക്കും സൂസമ്മയ്ക്കും പെർമനൻ്റ് അല്ലായിരുന്നു. അപ്പോൾ അവർ പിന്നീട് 2 പേരും ഇവിടെ നിന്ന് മാറി. സൂസമ്മ ഗവൺമെൻറ് മഹാരാജാസ് കോളേജിലോട്ട് പോയി. ആൻസമ്മ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സിലോട്ട് പോയി. അവിടെ അവർക്ക് വീടുണ്ട്. ഇപ്പോൾ മക്കളുടെ അടുത്ത് ഇതുപോലെ 2 പേരും പെൺകുട്ടികൾ 2 പേരും കാനഡയിലാണ് താമസിക്കുന്നത്. സൂസമ്മയാണെങ്കിൽ പലാരിവട്ടത്ത് താമസിക്കുന്നു. മോൻ നേവിയിലാണ്. ഫാമിലിയായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ടാണ്. മോള് സൂസമ്മയുടെ കൂട്ടത്തിലുണ്ട്. അവൾ എൻജിനീയറാണ്. ഒത്തിരി സന്തോഷം. ടീച്ചർ ഒരു വാക്ക് നിർത്തുന്നതിന് ടീച്ചറിൻ്റെ പേരൻസ് എന്തൊക്കെയായിരുന്നു? അവർ ഏത് ലെവലിലായിരുന്നു? ഗ്രാൻഡ് പേരൻസ് അതുപോലെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സണാലിറ്റി ടീച്ചറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? പേരൻസാണ് ഞങ്ങളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്തത്. അവർ ടീച്ചേഴ്സായിരുന്നു. 2 പേരും ലാസ്റ്റ് സ്കൂൾ ഹെഡ് മാസ്റ്ററും ഹെഡ് മിസ്ട്രസ്സുമായിട്ടാണ് റിട്ടയർ ചെയ്തത്. അവരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന കാലത്തിൽ കുറച്ചുകൂടെ അമ്മയൊക്കെ ദൂരെയുള്ള, എൻ്റെ ഓർമ്മയുള്ള സമയത്ത് അമ്മയൊക്കെ ഇച്ചിരി ദൂരെയുള്ള സ്കൂളിലാണ്. അന്നത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റിട്ട്, അന്ന് ഞങ്ങൾ കോതോങ്കലത്തോട്ട് താമസിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ജോലികൾ ചെയ്യാനായിട്ട് പണിക്കാരുണ്ടാവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പണിക്കാർക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി അതെല്ലാം വെച്ചിട്ട് വേണം അമ്മയ്ക്ക് ബസ് കയറി ദൂരെയുള്ള സ്കൂളിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടിയാണ് അവർ 2 പേരും കഴിഞ്ഞിരുന്നത്. 5 മക്കളെയും ബ്രോട്ടപ്പ് ചെയ്യാനായിട്ട് അവർ നല്ലപോലെ കഠിനാധ്വാനം ചെയ്തിരുന്നു. നല്ല ഇൻസ്പിറേഷനായിരുന്നു പേരൻസ്. അവർ ടീച്ചേഴ്സായിരുന്നതുകൊണ്ട് വല്ലാതെ നിർബന്ധിക്കുകയൊന്നുമില്ലായിരുന്നു. ഞാൻ ആണെങ്കിൽ ചെറുപ്പത്തിൽ പഠിക്കുന്നതിന് എനിക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് ഒക്കെ പഠിക്കാൻ താല്പര്യം കാണിച്ചു. സ്വന്തം പോർഷൻ പഠിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് ആ ദിവസത്തെ പഠിച്ചതിന് ശേഷം മാത്രമേ കിടക്കുകയുള്ളായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്കൂൾ സെൻറ്റ് അഗസ്റ്റീൻസിലും പാല അൽഫോൻസ കോളേജിലുമൊക്കെ നല്ല മോട്ടിവേഷനാണ് അവർ മുമ്പോട്ട് തന്നുകൊണ്ടിരുന്നത്. പേരൻസിൻ്റെ മോട്ടിവേഷനും വളരെ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ അങ്ങനെ ഒരു ഐക്കോണിക് പേഴ്സണിനെ ടീച്ചർ ഹൈലി ഇത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ?
ലൈക്ക് APJ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറോ ലെക്ചററോ വൺ പേഴ്സൺ? അബ്ദുൽ കലാം സാറിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. ഞങ്ങൾക്ക് UC കോളേജിൽ രാവിലെ മോർണിംഗ് വർഷിപ്പ് ഉണ്ടല്ലോ. ആ മോർണിംഗ് വർഷിപ്പ് എന്നുള്ളത് ഈ കോളേജിലെ കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് കുറച്ച് നമ്മൾ ഈ ബൈബിൾ ഇങ്ങനെ ഉരുവിട്ടാനോ ഇത് കേൾക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസത്തെ മോർണിംഗ് വർഷിപ്പിനും ഞങ്ങൾ ഇതുപോലെ മോട്ടിവേഷനുള്ള കാര്യങ്ങൾ, കഥകൾ ഒക്കെ ഇത് കോർഡിനേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കാനായിട്ട് കുട്ടികൾ താല്പര്യപ്പെട്ട് വരും. അപ്പോൾ അവരെ കൂടി ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസും ഒക്കെ വരും രാവിലെ ആ പ്രയറിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ അബ്ദുൽ കലാം, നമ്മുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചെന്നൈയിൽ ഒരു വളരെ ദരിദ്രമായ കണ്ടീഷനിൽ ജീവിച്ചിട്ട് ഭാരതത്തിൻ്റെ പ്രസിഡന്റ് വരെ ആയിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ഇൻസ്പയറിംഗ് ആണ്, എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച് ടീച്ചറെ. ഈ വിലയേറിയ സമയത്ത് ടീച്ചർ ഈ സമയം ഞങ്ങളുടെ ഹ്യൂസ്റ്റൺ വോയിസിനോട് ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു. അൽഫോൻസ കോളേജ് ഗേൾസ് കോളേജായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാത്തലിക് കോളേജായിട്ട് സെൻറ്റ് തോമസ് കോളേജുണ്ട്. അവിടെ PGക്ക് കുട്ടികൾ മിക്സഡായിട്ടാണ് പഠിക്കുന്നത്. അത് ബോയ്സിൻ്റെ കോളേജാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഇവിടെ വളരെ അൽഫോൻസ കോളേജ് വളരെ സ്ട്രിക്റ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് സിസ്റ്റേഴ്സ് കൊണ്ടുപോകുന്നു. നല്ല രീതിയിൽ പഠിത്തം നടക്കുന്നു. സെൻറ്റ് തോമസിലാണെങ്കിൽ ബോയ്സ് ഉള്ളതുകൊണ്ട് പല രീതിയിൽ പഠിത്തം പലപ്പോഴെല്ലാം സ്ട്രൈക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് കയറണം. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് ഉണ്ടായാൽ ഉടനെ വരും ഇവിടേക്ക് വന്ന് ഇംഗിലാവ് വിളിച്ചുകൊണ്ട് വരും. ക്ലാസ് റൂമിലൊക്കെ വന്നിട്ട് ക്ലാസ് വിടുവിക്കും. വെള്ളം വേണോ? ഞാൻ പ്രീ ഡിഗ്രി ആൻഡ് BSc പാല അൽഫോൻസ കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലാണ്. സിസ്റ്റേഴ്സിൻ്റെ കോളേജാണ്. വളരെ നല്ല സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലാണ് അവർ മുന്നോട്ട് കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അന്നത്തെ ഒരു അനുഭവം എനിക്ക് ഓർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലം പാല എന്ന് പറയുന്നത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ശക്തമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഒരു പ്രാവശ്യമൊക്കെ ആ കോളേജിൻ്റെ താഴത്തെ ഭാഗമൊക്കെ അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോയി. അങ്ങനെയാകുമ്പോൾ കുറേ ദിവസങ്ങളിലേക്ക് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായത്. കുറേ ദിവസങ്ങളിലേക്ക് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ അത് താന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കോതമംഗലത്ത് ആണ് സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത്. അവിടെ എൻ്റെ മൂത്തതായിട്ടുള്ള എല്ലാവരും തന്നെയും അവിടെ സ്കൂൾ വിദ്യാഭ്യാസം കോതമംഗലത്ത് തന്നെയാണ് ചെയ്തത്. മൂത്ത രണ്ടുപേരും അവിടെയുള്ള ബെസേലിയസ് കോളേജിൽ നിന്നാണ്, കോതമംഗലം കോളേജിൽ നിന്നാണ് രണ്ടുപേരും. ഒരാൾ എൻജിനീയറിങ്ങിലും ഒരാൾ MSc മാത്സിലും പഠിച്ചത്. മൂന്നാമത്തെ സിസ്റ്റർ എൻജിനീയറിങ് അവിടെ MA കോളേജാണെന്നാണ്, കോതമംഗലത്തെ MA കോളേജാണ്. അവിടെ നിന്നാണ് എൻജിനീയറിങ് മൂന്നാമത്തെ സിസ്റ്റർ ചെയ്തത്. എൻ്റെ നേരെ മൂത്ത സിസ്റ്റർ MSc മാത്സാണ്. പുള്ളിക്കാരി CMS കോളേജിൽ നിന്നാണ് പാസ്സായത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേര്, ഏറ്റവും മൂത്ത സിസ്റ്ററും നേരെ മൂത്ത സിസ്റ്ററും CMS കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ കെമിസ്ട്രി എടുത്ത്. അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ പേര് ശാന്തകുമാരി ഐസക് എന്നാണ്. അവർ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവർ മാരി ചെയ്ത് താമസിക്കുന്നത് കുമ്പനാടാണ്. ഹസ്ബൻഡ് കെമിസ്ട്രി പ്രൊഫസറാണ്, മർത്തോമ കോളേജിലായിരുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. അവർ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലും മിടുക്കരായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ബ്രദറാണ്. ബ്രദറിൻ്റെ
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു KSEBയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ മാരി ചെയ്തത് ലീലാം ചേച്ചിയാണ്. മറിയാമ്മ മാത്യു എന്നാണ് ഒഫീഷ്യൽ നെയിം. അവർ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പിന്നീട് സൗദിയിൽ പോയി കുറേ നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം നാട്ടിലേക്ക് അവരിപ്പം റിട്ടയർ ചെയ്ത് നാട്ടിൽ കമ്പനിപ്പടി എന്ന സ്ഥലത്ത് ആലുവയിൽ നിന്ന് മാറി താമസിക്കുന്നു. മൂന്നാമത്തെ സിസ്റ്റർ വത്സകുമാരി ഐസക്ക്. പുള്ളിക്കാരി മാരി ചെയ്തത് KC ചെറിയാങ്ക് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ സാറിനെയാണ്. അവർക്കും 2 കുട്ടികളാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ വിദേശത്താണ്, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. നേരെ മൂത്ത സിസ്റ്റർ CMS കോളേജിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഒരു ഡോക്ടറേറ്റ് എടുത്തിരുന്നു. എൻ്റെ നേരെ മൂത്ത സിസ്റ്ററിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പ്രീ ഡിഗ്രി ആൻഡ് ഡിഗ്രി താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് എപ്പോഴും വളരെ ഒരു ഇൻസ്പിറേഷനായിരുന്നു. മുന്നോട്ട് പഠിക്കാനും PhD എടുക്കാനും ഒക്കെ. പുള്ളിക്കാരിയും ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കമ്പൈൻഡായിട്ടും റിസർച്ച് പബ്ലിക്കേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഗൈഡായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് 17 പേപ്പർ പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ടാണ് നേരെ മൂത്ത സിസ്റ്റർ വർക്ക് ചെയ്തത്. പുള്ളിക്കാരിക്ക് 2 നേരെ മൂത്ത സിസ്റ്ററിൻ്റെ പേര് ജയകുമാരി ഐസക് എന്നാണ്. അവർക്ക് 2 കുട്ടികളാണ്. അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞ് അവരും ഒരാൾ ദുബായിലും ഒരാൾ തൃശ്ശൂരും വർക്ക് ചെയ്യുന്നു. താങ്ക് യു. ടീച്ചർ പാല അൽഫോൺസ കോളേജിലെ ഒരു വിശേഷം എന്ന് പറയാം. ഒരു നോൺ കാത്തലിക് സ്റ്റുഡൻറ്റ് അവിടെ പഠിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല ടീച്ചറിന് ഇതായിരുന്നു? ഓക്കെ. SB കോളേജിൽ വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം കണ്ടിരുന്നോ? എല്ലാം ഓക്കെ. SB കോളേജിനെ പറ്റി നമുക്ക് ഒരു ചാപ്റ്ററായിട്ട് വേറൊരു എക്സ്ക്ലൂസീവായിട്ട് 2 വർഷം ഒന്ന് സാർമാരെ അച്ഛന്മാരെയൊക്കെ ഒന്ന് പറയാം കേട്ടോ ടീച്ചർ. ഇതിനോടിടയ്ക്ക് ടീച്ചർ പറഞ്ഞു ഈ ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ കെമിസ്ട്രിയിലോട്ട് എങ്ങനെയാണ്? മറ്റ് സിസ്റ്റേഴ്സ് എല്ലാം ഫിസിക്സിൽ വന്നപ്പം ടീച്ചർ എങ്ങനെയാണ് കെമിസ്ട്രി വന്നത്? പ്ലസ് ആ നാട്ടിലെ ഒരു ഇത് ഓഫാണല്ലോ. എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഓർക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞങ്ങൾ പാല അൽഫോൻസ കോളേജിലാണ് പ്രീ ഡിഗ്രി ആൻഡ് ഡിഗ്രി പഠിച്ചത്. അവിടെ ഞാൻ പഠിക്കുമ്പോഴേ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരേ റൂമിലായിരുന്നു ഞങ്ങൾ. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് മെഡിസിന് പോകണം എന്നുള്ളൊരു താല്പര്യത്തിലായിരുന്നു. അപ്പോൾ അന്ന് വളരെ നല്ല വാശിയേറിയ രീതിയിലുള്ള പഠിത്തമായിരുന്നു മറ്റേ ക്ലാസ്മേറ്റ്സൊക്കെ തമ്മിൽ. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് 1 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ മെഡിസിൻ അഡ്മിഷൻ മിസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പിന്നെ BSc ചേർന്നു. BSc ചേർന്നിട്ടും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നിരുന്നാലും പിന്നെ BSc കെമിസ്ട്രി ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിന് കിട്ടിയാൽ കൊള്ളാമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിന് പറയുകയാണെങ്കിൽ നല്ല രസമാണ്. എൻ്റെ സെയിം മാർക്കുള്ള ബാക്കി സെയിം മാർക്ക് വന്നു കഴിയുമ്പം മറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് സെലക്ട് ചെയ്യും. അതിൽ ബാക്കി 3 പേരും മെഡിസിന് പോയി. ഞങ്ങൾ 2 പേര് മാത്രമാണ് ആ സെയിം മാർക്കുള്ള ആളുകൾ കിട്ടാതെ പോയത്. എനിവേ ഞാൻ ഓർക്കുമ്പോൾ എനിക്കും ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ, അത് UC കോളേജിലേക്ക് എന്നെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നത് പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. MScക്ക് SB കോളേജിൽ പഠിക്കാൻ സാധിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കോളേജിൽ ജോലി കിട്ടുക എന്നുള്ളതും തന്നെ UC കോളേജിനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജുകളാണ്. അവർ മെറിറ്റിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് UC കോളേജിൽ വർക്ക് ചെയ്യുന്നതിന് ഉള്ള സാഹചര്യം കിട്ടിയത്. അപ്പം ഞാൻ 1982 അവിടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ്
അവിടെ തുടർന്ന് മുന്നോട്ട് വർക്ക് ചെയ്യുന്നതിന് സാധിച്ചു. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള സാഹചര്യങ്ങൾ ആ കോളേജിലുണ്ടായിരുന്നു.